ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 3-ാം ക്ലാസ്സിലെ മലയാളം പാഠം 1 കനകച്ചിലങ്ക എന്ന പാഠത്തിലെ വാമൊഴിച്ചന്തം എന്ന ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വാമൊഴിച്ചന്തം എന്താണ്? വാമൊഴിച്ചന്തം എന്ന് പറഞ്ഞാൽ വാമൊഴി എന്ന് പറഞ്ഞാൽ എന്താണ്? വാമൊഴി എന്ന് പറഞ്ഞാൽ വാക്കൊണ്ട് പറയുന്നത്, വായ കൊണ്ട് പറയുന്നതാണ് വാമൊഴി. അപ്പോൾ വരമൊഴി എന്ന് പറഞ്ഞാലോ? വരമൊഴി എന്ന് പറഞ്ഞാൽ എഴുതുന്നത്, കൈകൊണ്ട് എഴുതുന്നതാണ് വരമൊഴി. അപ്പോൾ വാമൊഴി എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് പറയുന്ന ഭാഷയാണ് വാമൊഴി എന്നതും, വരമൊഴി എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് എഴുതുന്നതുമായതാണ് വരമൊഴി. ഓക്കെ, അപ്പം നമുക്കിതിൽ വാമൊഴിയാണ് പഠിക്കുന്നത്. ചന്തം എന്ന് പറഞ്ഞാലോ? ചന്തം എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും അറിയാം. ചന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഭംഗിയാണ്. അപ്പോൾ വാമൊഴി ചന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വായ കൊണ്ട് പറയുന്ന ഭാഷയുടെ ഭംഗിയാണ് ഇവിടെ വിവരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എവിടേക്കാ പോണേ, എവിടേക്കാ പോണേ എന്നുള്ളത് വാമൊഴിയാണ്. എവിടേക്കാ പോണേ, പോണേ കണ്ടോ? അപ്പോൾ എന്നാൽ അത് എഴുതുമ്പോഴോ എവിടേക്കാണ് പോകുന്നത് എന്നാവും അല്ലേ? അപ്പോൾ വാമൊഴി എന്ന് പറഞ്ഞാൽ എവിടേക്കാ പോണേ, അത് എഴുതുമ്പോൾ എന്താവും? എവിടേക്കാണ് പോകുന്നത് എന്നാകും. ഇതാണ് വാമൊഴിയും വരമൊഴിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വാമൊഴി ചന്തം എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് പറയുന്ന ഭാഷയുടെ ചന്തം, ഭംഗിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മലയാള ഭാഷയെ എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ്. മലയാള ഭാഷ എന്ന് പറയുന്നത് എന്തു കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ്, പാട്ടും പറച്ചിലുമൊക്കെ. ഈ വാമൊഴി കൂടുതലായി നമ്മൾക്ക് നാടൻ പാട്ടുകളിലാണ് വാമൊഴി ചന്തത്തിൻ്റെ ഭംഗി കൂടുതലായി നമ്മൾ ആസ്വദിക്കുന്നത്. നമുക്കൊരു നാടൻ പാട്ട് കേട്ടാലോ? തിന്താരോ തക. പാട്ടിൻ്റെ പേരെന്താണ്? തിന്താരോ തക. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാലേ, രണ്ടാം കുന്നിന്മേലൂഞ്ഞാലേ. രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ, മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല, നാലാം കാട്ടിലെ പൊന്മാല. നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല, അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. ഈ നാടൻ പാട്ടിലെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാലേ. എന്താ ഇതിൽ പറയുന്നത്? ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാനായിട്ട് അപ്പോൾ എവിടെയാണ് ഊഞ്ഞാല് കെട്ടിയത്? രണ്ടാം കുന്നിന്മേലാണ് ഊഞ്ഞാല് കെട്ടിയത്. ആർക്കാടാനാണ്? ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ. ഇനി രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. അപ്പം രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാനായിട്ട് എവിടെയാ മുല്ലപ്പൂ വിരിഞ്ഞത്? മൂന്നാം കാവിലെ. മൂന്നാം കാവിലാണ് മുല്ലപ്പൂ വിരിഞ്ഞത്. ആർക്ക് ചൂടാനാ? രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല. എന്താ ഇതിൽ പറയുന്നത്? കൂട്ടുകാരൊന്ന് പറഞ്ഞേ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ. ചാർത്താൻ എന്ന് പറഞ്ഞാൽ അണിയാൻ എന്നാണ് കേട്ടോ അർത്ഥം. അപ്പം മൂന്നാനമ്മയ്ക്കും മക്കൾക്കും അണിയാൻ വേണ്ടിയിട്ട് എവിടെയാ? നാലാം കാട്ടിലാണ് എന്തുള്ളത്? പൊന്മാല. പൊന്മാല എന്ന് പറഞ്ഞാൽ എന്താ? പൊന്നുകൊണ്ടുള്ള മാല. അപ്പോൾ പൊന്മാല ഇവിടെ ഉദ്ദേശിക്കുന്നത് പൊന്നു കളറുള്ള, പൊന്നിൻ്റെ കളറുള്ള, സ്വർണ്ണ കളറുള്ള മാലയാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ. ചാർത്താൻ എന്ന് പറഞ്ഞാൽ അണിയാൻ. അപ്പോൾ മൂന്നാനമ്മയ്ക്കും മക്കൾക്കും അണിയാൻ വേണ്ടിയിട്ട് എവിടെയാണ് പൊന്മാലയുള്ളത്? പൊന്നുകൊണ്ടുള്ള മാലയുള്ളത് എവിടെയാണ്? നാലാം കാട്ടിലാണ്. നാലാം കാട്ടിലെ പൊന്മാല ആർക്കണിയാനാ? ആർക്ക് ചാർത്താൻ വേണ്ടിയിട്ടാ? മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ. നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. എന്താ?
നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ. ചുറ്റാൻ എന്ന് പറഞ്ഞാൽ ധരിക്കാൻ. അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. എവിടെയാണ്? അഞ്ചാം ചെമ്മുകിലാണ് പൂഞ്ചേലയുള്ളത്. ചെമ്മുകിൽ എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്മു പ്ലസ് മുകിൽ, ചെമ്മുകിൽ. ചെമ്മു എന്ന് പറഞ്ഞാൽ എന്താ? ചുവന്ന. മുകിൽ എന്ന് പറഞ്ഞാലോ? മുകിൽ എന്ന് പറഞ്ഞാൽ മേഘം. അപ്പോൾ ചെമ്മുകിൽ എന്ന് പറഞ്ഞാലോ? ചെമ്മുകിൽ എന്ന് പറഞ്ഞാൽ ചുവന്ന മേഘം. പൂഞ്ചേല, ചെമ്മുകിൽ പൂഞ്ചേല. പൂഞ്ചേല എന്ന് പറഞ്ഞാൽ പൂ പോലെയുള്ള ചേല. ചേല എന്താ? വസ്ത്രം. പൂ പോലെയുള്ള വസ്ത്രമാണ് പൂഞ്ചേല എന്ന് പറയുന്നത്. പൂ പോലെ മനോഹരമായ വസ്ത്രത്തിനെയാണ് പൂഞ്ചേല എന്ന് പറയുന്നത്. അപ്പോൾ നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ എവിടെയാണ് പൂഞ്ചേലയുള്ളത്? എവിടെയാണ്? അഞ്ചാം ചെമ്മുകിൽ. അഞ്ചാം ചെമ്മുകിൽ എന്ന് പറഞ്ഞാൽ അഞ്ചാം ചുവന്ന മേഘത്തിലാണ്. പൂഞ്ചേല എന്ന് പറഞ്ഞാൽ പൂ പോലെ മനോഹരമായ വസ്ത്രം. ഓക്കെ കൂട്ടുകാരെ, ഇവിടെ എന്താണ് ഈ നാടൻ പാട്ടിൽ നമ്മൾ പഠിച്ചത്? പ്രകൃതിയെയാണ് നമ്മൾ അമ്മയായിട്ടും മക്കളായിട്ടും വസ്ത്രമായിട്ടും പൊന്മാലയായിട്ടും ഒക്കെ നമ്മൾ പഠിച്ചത്. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഇതെന്താണ്? ഇത് നാടൻ പാട്ടുകളിൽ ഉപയോഗിച്ചു വരുന്ന വായ്ത്തരികളാണ്. നാടൻ പാട്ടുകളിൽ എന്തുണ്ടാവും? വായ്ത്തരികളുണ്ടാവും. പ്രധാനമായിട്ടും നാടൻ പാട്ടുകളിൽ എന്ത് ഉൾക്കൊള്ളിച്ചുണ്ടാവും? പലതരത്തിലുള്ള വായ്ത്തരികൾ ഉൾക്കൊള്ളിച്ചുണ്ടാവും. ഈ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, ഇതൊക്കെ എന്താണ്? വായ്ത്തരികളാണ് അല്ലേ? അപ്പോൾ ഇതുപോലെ പല നാടൻ പാട്ടുകളിലും നമ്മൾ എന്ത് കേട്ടിട്ടുണ്ട്? വായ്ത്തരികൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ വായ്ത്തരി എന്ന് പറയുന്നത്? വായ്ത്തരി എന്ന് പറയുന്നത് ഒരു പാട്ടിൻ്റെ താളം, അതുപോലെ തന്നെ വാക്കുകളുടെ എണ്ണം തുടങ്ങിയവയൊക്കെ നിശ്ചയിക്കുന്നത് ഈ വായ്ത്തരികളാണ്. വായ്ത്തരിക്ക് നാടൻ പാട്ടിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഇതുപോലെയുള്ള വായ്ത്തരികൾ കേട്ടിട്ടില്ലേ? വഞ്ചിപ്പാട്ട് കേട്ടിട്ടുണ്ടോ? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കൊയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരുവ വേണം. ഓ തെറ്റിത്താര തിത്തേ തകതേ തെയ്തോ. അപ്പൊ ഇതുപോലെയുള്ളത് എന്താണ്? ഈ ഓ തെറ്റിത്താര തിത്തേ, ഇതെന്താണ്? ഇത് വായ്ത്തരിയാണ് അല്ലേ? അപ്പോൾ വായ്ത്തരി എന്ന് പറയുന്നത് നാടൻ പാട്ടിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നതാണ്. എന്താണ് വായ്ത്തരി എന്ന് പറഞ്ഞാൽ? എന്താണ്? പാട്ടിൻ്റെ താളവും വാക്കുകളുടെ എണ്ണവും ഈണവും ഒക്കെ നിശ്ചയിക്കുന്നത് ഈ വായ്ത്തരികളാണ് കേട്ടോ. കാക്കിരി പൂക്കിരി എന്ന കവിത പഠിച്ചില്ലേ? ആ കാക്കിരി പൂക്കിരി എന്ന കവിതയിൽ കാക്കിരി പൂക്കിരിക്ക് നമ്മൾ എന്തർത്ഥാ പറഞ്ഞത്? അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഈണവും താളവും കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ നാടൻ പാട്ടിലെ വായ്ത്തരികളും. വായ്ത്തരികൾ ഉപയോഗിക്കുന്നതും പ്രത്യേക അർത്ഥമൊന്നും ആ വായ്ത്തരികൾക്കില്ല. പക്ഷെ എന്തിനാണ്? നമ്മുടെ ഈ നാടൻ പാട്ടിനെ നല്ലൊരു ഈണവും താളവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വായ്ത്തരികൾ ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മൾ പുതിയ വാക്കുകളായിട്ട് പഠിക്കേണ്ടത് എന്താ? ചാർത്താൻ. ചാർത്താൻ എന്ന് പറഞ്ഞാൽ അണിയാൻ എന്നാണ് അർത്ഥം. ചുറ്റാൻ. ചുറ്റാൻ എന്ന് പറഞ്ഞാൽ എന്താ? ധരിക്കാൻ. അതുപോലെ തന്നെ ചെമ്മുകിൽ. ചെമ്മുകിൽ ചുവന്ന മേഘം. മുകിൽ എന്ന് പറഞ്ഞാൽ മേഘം. പൂഞ്ചേല. പൂഞ്ചേല എന്ന് പറഞ്ഞാൽ വസ്ത്രം. ഓക്കെ കൂട്ടുകാരെ, ഇതൊക്കെ എഴുതാനും വായിക്കാനും അതുപോലെ ഇതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കണം കേട്ടോ. ഇതുപോലെ നാടൻ പാട്ട് നല്ല താളത്തിൽ ചൊല്ലാൻ കൂട്ടുകാർ ശ്രമിക്കില്ലേ? ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബൈ.